നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്ത. പുതിയ താലൂക്ക് പ്രഖ്യാപിച്ച കൂട്ടത്തിൽ പത്തനാപുരം താലൂക്ക് തുണ്ടെഴുതി വാങ്ങുകയായിരുന്നുവെന്ന് എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജു. താലൂക്ക് വിഭജനം അശാസ്ത്രീയമായിരുന്നുവെന്നും എംഎൽഎ. മത്സ്യവ്യാപാരത്തിന്റെ മറവിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽക്കുന്ന യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. 40 പൊതി കഞ്ചാവും 2300 രൂപയും സംഘം പിടിച്ചെടുത്തു. കടക്കലിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പോലീസ് റെയ്ഡ്. 1.5 ലക്ഷത്തിന്റെ പാൻ മസാല ശേഖരം പിടികൂടി. വാർത്തകൾ വിശദമായി. പുതിയ താലൂക്കുകൾ പ്രഖ്യാപിച്ച കൂട്ടത്തിൽ പത്തനാപുരം താലൂക്ക് തുണ്ടെഴുതി വാങ്ങുകയായിരുന്നുവെന്ന് എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജു പറഞ്ഞു. താലൂക്ക് വിഭജനം അശാസ്ത്രീയമാണ്. ഒരു പഠനവും നടത്തിയിട്ടല്ല താലൂക്ക് അനുവദിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പുനലൂരിലെ പ്രധാന ഓഫീസുകൾ പത്തനാപുരത്തേക്ക് നീങ്ങുന്നത് പുനലൂർ എംഎൽഎ അറിയുന്നില്ല എന്ന വിമർശനം ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു എംഎൽഎയുടെ പ്രതികരണം. ഓഫീസ് ആകെ ഇലക്ട്രൽ ഓഫീസർ എന്ന് പറയുന്ന ഒരു ഓഫീസുമായി ബന്ധപ്പെട്ടല്ലാതെ വേറെ ഒരൊറ്റ ഓഫീസും കൂടി മാറ്റിയിട്ടുണ്ട്. ഒരൊറ്റ ഓഫീസും മാറ്റാനും അനുവദിക്കുന്നില്ല. പത്തനാപുരത്ത് പുതിയ താലൂക്ക് വരുന്നതിന് താൻ എതിരല്ല. പുതിയ താലൂക്ക് വരുന്നത് നല്ലതാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് ശാസ്ത്രീയ പഠനങ്ങൾ ഉണ്ടായിട്ടില്ല. എംഎൽഎ എന്ന നിലയിൽ തന്നോടും ആലോചിച്ചിട്ടില്ല. പക്ഷേ താലൂക്ക് പ്രഖ്യാപിച്ച നിലയ്ക്ക് അത് ശാസ്ത്രീയമാകാമായിരുന്നുവെന്ന് എംഎൽഎ ചൂണ്ടിക്കാട്ടി. വളരെ പെട്ടെന്നാണ് ഈ പ്രഖ്യാപനം വന്നത്. നിയമസഭയിൽ തന്നെ മാണി സാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം നടത്തുന്നത് ബാക്കി 11 താലൂക്കുകളെ സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയിട്ട് പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തുണ്ടെഴുതി കൊണ്ട് കൊടുത്ത് ഇതും കൂടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുള്ള ആലോചനകൾ മുൻകൂട്ടി നടന്നില്ല എന്ന് പറയുന്നത് ശരിയാണ്. ഒരാലോചനയും നടന്നിട്ടില്ല. നിലവിലുള്ള താലൂക്കിലെ ഒരു എംഎൽഎ എന്നുള്ളതിൽ എന്നോട് ആലോചന നടന്നിട്ടില്ല. ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ആലോചന നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഠനം അതിന് വേണ്ടിയിട്ട് ഈ നടത്തുക യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ താലൂക്ക് വിഭജനം അശാസ്ത്രീയമാണ്. കാരണം ഒരിടത്ത് 8 വില്ലേജുള്ളൂ, ഒരിടത്ത് 15 വില്ലേജുള്ളൂ. അതിൽ തന്നെ ഈ 15 വില്ലേജിൽ തന്നെ ഈ 8 വില്ലേജിൽ തന്നെ കുറേ ആളുകൾക്ക് പത്തനാപുരത്ത് പോകുന്ന അസൗകര്യമാണ്. പുനലൂരിനോട് ചേർന്ന് കിടക്കുന്ന 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ മാത്രം അകലെ ഈ പുനലൂർ താലൂക്ക് ഓഫീസിൽ ചേർന്ന് കിടക്കുന്ന വിളക്കുടി പഞ്ചായത്തിലെ മഞ്ഞവങ്കാല തുടങ്ങിയിട്ടുള്ള മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. അവർക്കെല്ലാം പത്തനാപുരത്ത് പോകുന്ന അസൗകര്യമാണ്. അപ്പോൾ ഇതെങ്ങനെ വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്താതെ വിഭജനം നടത്തി. ഒരു താലൂക്ക് കൂടെ വരുന്നുണ്ടെന്നും ഞാനെതിരല്ല. ഒരു താലൂക്ക് പുതിയത് ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ അത് ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിന് ശേഷമുള്ള വിഭജനമായിരിക്കണമായിരുന്നു. ഒരെണ്ണം 8 ഒരെണ്ണം 15 ആകുന്നതിന് പകരം സാമാന്യന് തുല്യം വരത്തക്ക രീതിയിൽ ഉള്ള ഒരു ക്രമീകരണത്തെ സംബന്ധിച്ച് ആലോചിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മളുമായിട്ട് നേരത്തെ ആലോചിക്കാതെ നടത്തിയ ഒരു വിഭജനമാണ്. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. മത്സ്യവ്യാപാരത്തിന്റെ മറവിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽക്കുന്ന യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. 40 പൊതി കഞ്ചാവും കഞ്ചാവ് വിറ്റയിനത്തിൽ 2300 രൂപയും എക്സൈസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ഏരൂർ കരിമ്പിൻകോണം ചരിവിള പുത്തൻ വീട്ടിൽ നിസാറിനെയാണ് പുനലൂരിലെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. അലേമൺ വില്ലേജിൽപ്പെട്ട കണ്ണങ്കോട് കോളനി, പുത്തയം, വയല എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽക്കുന്നു എന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് പുനലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജെ താജുദ്ദീൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 40 പൊതി കഞ്ചാവും കഞ്ചാവ് വിറ്റ് കിട്ടിയ 2300 രൂപയും പിടിച്ചെടുത്തിട്ടുണ്ട്. MIT സ്കൂട്ടറിലാണ് ഇയാൾ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. പ്രത്യേക ശബ്ദം കേൾക്കുന്ന ഹോണും ഇയാൾ സ്കൂട്ടറിൽ ഘടിപ്പിച്ചിരുന്നു. സ്കൂൾ പരിസരത്തെത്തി ഹോൺ മുഴക്കുമ്പോൾ ശബ്ദം കേട്ട് വിദ്യാർത്ഥികൾ കഞ്ചാവ് വാങ്ങാനായി എത്തും. ഇങ്ങനെയാണ് ഇയാൾ കച്ചവടം നടത്തിയിരുന്നത്. 4 മാസം മുൻപ് കഞ്ചാവ് വിറ്റ കേസിൽ ഇയാളെ പിടികൂടിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കർശന പരിശോധനകൾ തുടരുമെന്ന് പുനലൂർ എക്സൈസ് CI ജെ താജുദ്ദീൻകുട്ടി ലൈവ് വാർത്തയോട് പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് MIT സ്കൂട്ടറിൽ പ്രത്യേക തരത്തിലുള്ള ഹോൺ ശബ്ദം പുറപ്പെടുവിച്ച് കഞ്ചാവ് വിതരണം ചെയ്യുന്നതായി സ്കൂളിന്റെ പ്രഥമ അധ്യാപിക നേരത്തെ എനിക്ക് നൽകിയ പരാതിയെ തുടർന്ന് മറ്റ് കോളനി നിവാസികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഡിയാൻ രഹസ്യ നിരീക്ഷണം നടത്തി വന്നത്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഡിയാൻ രഹസ്യ നിരീക്ഷണം നടത്തിയത്. ഇന്ന് കഞ്ചാവ് വിതരണം ചെയ്ത ശേഷം ഡിയാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ഡിയാൻ വീടിന് സമീപം വെച്ച് വാഹനം തടഞ്ഞു നിർത്തി വാഹനത്തിൽ ഒളിപ്പിച്ച് വെച്ച 40 പൊതി കഞ്ചാവ് വിറ്റ വകയിലുള്ള 2300 രൂപയും പിടിച്ചെടുക്കുകയായിരുന്നു. ഡിയാന്റെ വാഹനവും ഈ കേസിൽ കസ്റ്റഡിയിലെടുത്തു. ഡിയാൻ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഫോണിന് ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദമാണെന്ന്, ഈ ശബ്ദം കേൾക്കുമ്പോൾ വിവിധ ദിക്കിലുള്ള കുട്ടികൾ ഇയാളുടെ സമീപത്തേക്ക് വരുമെന്ന്, ചില അവസരങ്ങളിൽ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾ പോലും ഈ ശബ്ദം കേട്ട് പുറത്തിറങ്ങാൻ ശ്രമിക്കാറുണ്ടെന്ന് അധ്യാപകർ പരാതിപ്പെട്ടതായി പ്രഥമ അധ്യാപിക വിവരം നൽകിയതിനെ തുടർന്നായിരുന്നു ഇത്തരം റെയ്ഡ് നടത്തിയത്.
എക്സൈസ് ഇൻസ്പെക്ടർ ഐ നൌഷാദ്, പ്രിവന്റീവ് ഓഫീസർ SR രവി, സിവിൽ എക്സൈസ് ഓഫീസർ Y അനിൽ, C യോനോസ് എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്നേഹവും സൗഹാർദ്ദവും കുറഞ്ഞു വരുന്നതാണ് സാമൂഹ്യ ദുരന്തത്തിന് കാരണമെന്ന് പ്രമുഖ യജ്ഞാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യ തലവൂർ ആറ്റൂർക്കാവ് ദേവീക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്നേഹവും സൌഹൃദവും തിരിച്ചു കൊണ്ടുവരണമെന്നും ഭാഗവതത്തിന്റെ പ്രസക്തി നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതായും തളർന്ന മനസ്സിനെ ധീരമായ മനസ്സാക്കി മാറ്റാനുള്ള ആത്മശക്തിയാണ് ഭാഗവത സപ്താഹത്തിലൂടെ ഭക്തർക്ക് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിവാഹമോചനവും കുടുംബ തകർച്ചയും ആത്മഹത്യയുമെല്ലാം പുത്തൻ കാലഘട്ടത്തിൽ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണെന്നും ഇതിനു മാറ്റം വരുത്തുന്നതിന് മനസ്സിനെ പരിവർത്തനപ്പെടുത്തുന്ന ഭാഗവത സന്ദേശങ്ങൾ ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആരോഗ്യം കുറഞ്ഞു വരുന്നു. അതുപോലെ നോക്കൂ, നിങ്ങൾ സൗഹാർദ്ദങ്ങൾ കുറഞ്ഞു വരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ പോലും സൗഹാർദ്ദങ്ങൾ കുറഞ്ഞു വരും. ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും ആ മാറ്റമാണ് ഭാഗവതം നമുക്ക് നേടിത്തരുന്ന മാറ്റം. ഓരോ വ്യക്തിയും സ്നേഹസമ്പന്നന്മാരാക്കാൻ, ഓരോ വ്യക്തിയും ആരോഗ്യമുള്ളവരാക്കി തീർക്കാൻ, ഓരോ വ്യക്തിയും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കാര്യപ്രാപ്തിയുള്ളവരാക്കുക. ആറ്റൂർക്കാവ് ദേവസ്വം ട്രസ്റ്റ് ചെയർമാൻ T. ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി ടൂറിസം പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ സപ്താഹയജ്ഞം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പരിഷ്കൃത സമൂഹം സമാധാനമില്ലാത്തവരായി തീർന്നിരിക്കുകയാണെന്നും അരനൂറ്റാണ്ടിനു മുൻപ് ഇന്നത്തേതുപോലുള്ള വികസനമില്ലായ്മയായിരുന്നുവെങ്കിലും ഇതിലും കൂടുതൽ സമാധാനമുള്ളവരായിരുന്നുവെന്ന് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മറ്റെല്ലാ മേഖലയിലും രാജ്യം വളരെ പുരോഗമിച്ച് കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇന്ന് ഇത്തരത്തിലുള്ള സപ്താഹയജ്ഞങ്ങളും അതുപോലെ ക്ഷേത്രങ്ങളിലെ ചടങ്ങുകളുമൊക്കെ ഇന്ന് വളരെയധികം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് എല്ലായിടത്തും നോക്കിയ ശബരിമല സീസൺ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഭക്തന്മാരുടെ വലിയ തിരക്കാണ്. ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊട്ടും അകത്ത് കിടക്കാൻ പോലും കഴിയാത്ത വിധം തിരക്കാണ്. രാധാകൃഷ്ണൻ നായർ സ്വാഗതം ആശംസിച്ചു. RSS ജില്ലാ സംഘചാലക് R. ദിവാകരൻ, തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ രാജീവ്, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം B. അജയ്കുമാർ, തലവൂർ ദേവസ്വം പ്രസിഡന്റ് C. മനോജ് കുമാർ, പത്മ ഗിരീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിവിധ രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ച പ്രമുഖ വ്യക്തികളെ ആദരിച്ചു. തലവൂർ മഞ്ഞക്കാല ദേവീക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു പ്രമുഖരെ ആദരിച്ചത്. ഡോക്ടർ NN മുരളി, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കളത്തിൽ ഗോപാലകൃഷ്ണൻ, നടനകുലപതി താമരക്കുടി കരുണാകരൻ മാസ്റ്റർ, പരിസ്ഥിതി ഗവേഷകൻ ഡോക്ടർ സൈനുദ്ദീൻ പട്ടാഴി, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് PA സജിമോൻ, ക്ഷേത്രം തന്ത്രി നാരായണര് കൃഷ്ണരർ തുടങ്ങി സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ സേവനം ചെയ്യുന്നവരെ യജ്ഞാചാര്യൻ ഉദിത് ചൈതന്യ പുരസ്കാരം നൽകിയും പൊന്നാടയണിയിച്ചും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുതിയ പുനലൂർ താലൂക്ക് കേന്ദ്രമാക്കി ഇലക്ട്രൽ ഓഫീസ് അനുവദിക്കുന്നതിന് സാങ്കേതിക തടസ്സങ്ങൾ മാത്രമാണ് ഉള്ളതെന്ന് MLA അഡ്വക്കേറ്റ് K. രാജു പറഞ്ഞു. പുനലൂരിൽ പ്രവർത്തിച്ചിരുന്ന ഇലക്ട്രൽ ഓഫീസ് പത്തനാപുരത്തേക്ക് മാറ്റിയത് സംബന്ധിച്ച ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം തഹസീൽദാർമാരാണ് അതാത് താലൂക്കിലെ ഇലക്ഷൻ ഓഫീസർമാർ. പത്തനാപുരം താലൂക്ക് വിഭജിച്ചപ്പോൾ നേരത്തെ നോട്ടിഫൈ ചെയ്യപ്പെട്ടിരുന്ന പത്തനാപുരം തഹസീൽദാർ പുതിയ പത്തനാപുരം താലൂക്കിലേക്ക് പോയതോടെയാണ് ഈ സാങ്കേതിക പ്രശ്നമുണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പുനലൂർ തഹസീൽദാരെ പുനലൂർ താലൂക്കിന്റെ ഇലക്ഷൻ ഓഫീസറായി നോട്ടിഫൈ ചെയ്യാൻ നടപടിയായതായി MLA പറഞ്ഞു. ഇലക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത് അത് നോട്ടിഫിക്കേഷൻ, ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം അതാത് താലൂക്കിലെ തഹസീൽദാർമാരാണ് ഇലക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പത്തനാപുരം താലൂക്കായിരുന്നു. ആ പത്തനാപുരം താലൂക്കിൻ്റെ തഹസീൽദാരെ ഇലക്ടറൽ ഓഫീസറായിട്ട് ഇലക്ഷൻ കമ്മീഷൻ നോട്ടിഫൈ ചെയ്തു. അപ്പോൾ നോട്ടിഫൈ ചെയ്തപ്പോൾ ഇവിടെ ഉള്ള തഹസീൽദാർ എന്ന് പറയുന്നത് പത്തനാപുരം താലൂക്ക് തഹസീൽദാർ. മനസ്സിലാക്കി. അപ്പോൾ നോട്ടിഫിക്കേഷൻ മാറി വരണം. പത്തനാപുരം എന്നുള്ളതിന് പകരം പുനലൂർ തഹസീൽദാരെ പുനലൂർ താലൂക്കിലെ ഇലക്ഷൻ ഓഫീസറായിട്ട് പുതിയ നോട്ടിഫിക്കേഷൻ ഇറങ്ങണം. ആ കാലതാമസം മാത്രമേ ഉള്ളൂ. ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ചയായി എന്നുള്ളത് ശരിയാണ്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇലക്ഷൻ കമ്മീഷൻ നവനീനറ്റോ നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ ഒരുപാട് സംസാരിക്കുന്നു. പിന്നെ മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല. ഇതോടൊപ്പം തന്നെ വേറെ 12 താലൂക്കുകളും കൂടെ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ ആ താലൂക്ക് ഓഫീസർമാർ ഇവിടുത്തെ പുനലൂർ താലൂക്കിൻ്റെ ഓഫീസർ തഹസിൽദാർ അവർ ആണ് ആ താലൂക്കിലെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് ഒരു പുതിയ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. ആ നോട്ടിഫിക്കേഷൻ എല്ലാ റെക്കോർഡ്സും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ തന്നെ കളക്ടർ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ ഇനിയിപ്പോൾ ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമേ അതിന്റെ പ്രഖ്യാപനം തരും. അതേസമയം ഇലക്ട്രൽ ഓഫീസ് നിലവിൽ പത്തനാപുരത്തായതുകൊണ്ട് വോട്ടർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ ഡെപ്യൂട്ടി തഹസീൽദാർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. അതേസമയം ഇലക്ട്രൽ ഓഫീസർ പത്തനാപുരം തഹസീൽദാർ തന്നെ ആയിരിക്കും. പുനലൂർ താലൂക്കുകാർക്ക് അസൗകര്യം ഉണ്ടാകാത്ത വിധം പത്തനാപുരം തഹസീൽദാർ ആഴ്ചയിലെ നിശ്ചിത ദിവസങ്ങളിൽ പുനലൂർ താലൂക്ക് ഓഫീസിലുമെത്തി ഇലക്ട്രൽ ജോലികൾ ചെയ്യാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. ഇതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഇപ്പോൾ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതെല്ലാം ഓൺലൈൻ വഴിയാണ്. ആ പേര് ചേർത്ത് കഴിഞ്ഞാൽ ഇലക്ഷൻ കാർഡ് BLOമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ട്, അവർ നേരിട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കുക, വോട്ടറുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക. അതുകൊണ്ട് ഒരു വോട്ടറെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു തടസ്സം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല. അവരെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, ഇലക്ഷൻ നളിനി നെറ്റോയും അതുപോലെ തന്നെ കളക്ടറും എല്ലാം പറഞ്ഞാണ് ഇതിപ്പോൾ പത്തനാപുരത്ത് ആകുമ്പോൾ. അപ്പോൾ അതിനൊരു മറുപടി എന്നുള്ള നിലയിൽ കളക്ടറും അതുപോലെ തന്നെ നളിനി നെറ്റോയും കൂടി ആലോചിച്ച് ഇവിടെ ഡെപ്യൂട്ടി തഹസിൽദാരുണ്ട്. ഡെപ്യൂട്ടി തഹസിൽദാർ ഇലക്ഷൻ്റെ ചുമതലയുള്ള ആളാണ്. ഡെപ്യൂട്ടി തഹസിൽദാരും 1-2 ക്ലാർക്കന്മാരും ഇതിന് ചുമതലപ്പെട്ടവരുണ്ട്. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് നേരത്തെ ഇവിടെ നിർവഹിക്കപ്പെട്ടിരുന്ന അധികാരങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് നേരത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം പത്തനാപുരം താലൂക്ക് തഹസിൽദാരാണ്. പത്തനാപുരം താലൂക്ക് തഹസിൽദാർ ഇപ്പോൾ പുതിയതായിട്ട് രൂപീകരിച്ച പത്തനാപുരം താലൂക്ക് തഹസിൽദാർ. അപ്പോൾ അതുകൊണ്ട് ഇലക്ടറൽ ഓഫീസർ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ ഇവിടെ വന്ന് ചെയ്യേണ്ടി വരും. ഇവിടെ കൊല്ലൂർ വന്ന് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം അവിടെ ഇരുന്നിട്ട് 2 ദിവസം ഇവിടെ വരെ, അല്ലെങ്കിൽ 3 ദിവസം ഇവിടെ ഇരുന്നിട്ട് 2 ദിവസം ഇവിടെ പോകുക, അങ്ങനെ ഒരു ക്രമീകരണം ചെയ്യാം എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് പൊതുജനത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. 3 പഞ്ചായത്തുകളിൽ ശുദ്ധജലം എത്തിക്കുന്ന കുളത്തൂപ്പുഴ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക്. വേനൽ രൂക്ഷമായ സാഹചര്യത്തിൽ ഉദ്ഘാടനത്തിന് മുന്നേ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കുമെന്നാണ് സൂചന. കുളത്തൂപ്പുഴ, ഏരൂർ, ഇട്ടിവ ഗ്രാമപഞ്ചായത്തുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയുടെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ കാലത്താണ് കുളത്തൂപ്പുഴ കുടിവെള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2009 അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന NK പ്രേമചന്ദ്രനാണ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. കുളത്തൂപ്പുഴ ഡിപ്പോ ജംഗ്ഷനിൽ കല്ലടയാറിന് സമീപത്തായി പമ്പ് ഹൌസിന്റെയും സാം നഗറിൽ ശുചീകരണ പ്ലാന്റിന്റെയും ഭാരതിപുരത്തായി ജലസംഭരണിയുടെയും മറ്റ് ജലവിതരണ പൈപ്പ് ലൈനുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. കുടിവെള്ളം വീടുകളിൽ എത്തിക്കുന്നതിനുള്ള പൈപ്പ് ലൈനുകളുടെ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം കണക്കിലെടുത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും ഉദ്ഘാടനത്തിന് മുൻപ് പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ആയൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വേണ്ടത്ര അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നില്ലെന്ന് വിദ്യാർത്ഥികളുടെ പരാതി. പ്രാഥമിക ആവശ്യങ്ങൾക്ക് വിദ്യാർത്ഥികൾ പൊതുസ്ഥലങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. അഞ്ചൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സ്കൂളിൽ മൂത്രപ്പുരയുള്ളത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള ആൺകുട്ടികളുടെ മൂത്രപ്പുര ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. മൂത്രപ്പുരയുടെ ചുറ്റും കാട് പിടിച്ചു കിടക്കുകയാണ്. വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാലിന് പരാതി നൽകിയിട്ടും മൂത്രപ്പുര വൃത്തിയാക്കാനോ വേണ്ടത്ര സൌകര്യങ്ങൾ ഒരുക്കാനോ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നു. സ്കൂളിന് അടിസ്ഥാന സൗകര്യങ്ങൾ യാതൊന്നും തന്നെയില്ല. അടിസ്ഥാന സൗകര്യമായിട്ട് ഞങ്ങൾക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ടോയ്ലറ്റാണ്. അപ്പോൾ ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കുമായിട്ട് മാത്രം ഇവിടെ 2 ടോയ്ലറ്റുകൾ സ്ഥാപിച്ചിട്ടില്ല. ഹൈസ്കൂളിന് മാത്രമാണ് ഇവിടെ ടോയ്ലറ്റ് അനുവദിച്ചിട്ടുള്ളത്. അതിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന ബോയ്സ് മറ്റ് സ്ഥലങ്ങൾ തേടിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ അടിസ്ഥാന സൗകര്യമായിട്ട് ഈ ടോയ്ലറ്റ് പൊളിഞ്ഞു കിടക്കുന്ന ടോയ്ലറ്റാണ്. അപ്പോൾ ഇതിൽ ബോയ്സിന് ആർക്കും പോകാൻ പറ്റില്ല, ബോയ്സിനുള്ള ആർക്കും പോകാൻ പറ്റില്ല. അതുകൊണ്ട് അത്യാവശ്യമായി അധികാരികൾ ഇടപെട്ട് ഞങ്ങൾക്ക് ഈ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യമായി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രോഗബാധിതനായ പൊതുപ്രവർത്തകന് 1.5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ലഭ്യമാക്കി. പുനലൂരിലെ മുൻകാല രാഷ്ട്രീയ പ്രവർത്തകനും രോഗബാധിതനുമായ C. ഗോപകുമാറിന്റെ തുടർ ചികിത്സയ്ക്കായി സമാഹരിച്ച ആദ്യഘട്ട ധനസഹായമാണ് പുനലൂർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലഭ്യമാക്കിയത്. വ്യാഴാഴ്ച രാവിലെ 11 CPM പുനലൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ 1.5 ലക്ഷം രൂപയുടെ ചെക്ക് C. ഗോപകുമാറിന്റെ സഹോദരിക്ക് കൈമാറി. ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് MA രാജഗോപാലാണ് ചെക്ക് കൈമാറിയത്. പുതുതായി രൂപം കൊണ്ട പുനലൂർ ചാരിറ്റബിൾ സൊസൈറ്റി C. ഗോപകുമാറിൻ്റെ ചികിത്സയും
അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത കാര്യങ്ങളിലുമെല്ലാം ഒരു സവിശേഷമായ ശ്രദ്ധ നൽകണം എന്ന് നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സഹഗോപുരന്മാരും നേരത്തെ തന്നെ ബന്ധമുള്ള ആളുകൾ, അതേപോലെ തന്നെ പുനലൂർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അംഗങ്ങൾ ഇവരിൽ നിന്നെല്ലാം ഒരു സാമ്പത്തിക സമാഹരണം നടത്തി അദ്ദേഹത്തിൻ്റെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കണം എന്ന് തീരുമാനിക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് വരികയും ചെയ്തിരിക്കാം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് ഈ ഭാരിച്ച ചികിത്സാ ചെലവുകളെല്ലാം അദ്ദേഹത്തിൻ്റെ സഹോദരിമാരെല്ലാം ചേർന്നാണ് അതെല്ലാം ഏറ്റെടുത്തിട്ടുള്ളത്. പിന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നത്. മാസങ്ങൾക്ക് മുൻപ് തുടക്കം കുറിച്ച പുനലൂർ ചാരിറ്റബിൾ സൊസൈറ്റി കിഴക്കൻ മേഖലയിൽ ജീവകാരുണ്യ രംഗത്ത് സജീവ സാന്നിധ്യമായിട്ടുണ്ട്. ചാരിറ്റി പ്രവർത്തകരായ NP ജോൺ, അശോകൻ, വാർഡ് കൌൺസിലർ ജിജി കെ ബാബു, R ഗുരുദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിത്തറ ഗ്രാമപഞ്ചായത്തിലെ LSGD എഞ്ചിനീയറെ ഓവർസിയർ കയ്യേറ്റം ചെയ്തതായി പരാതി. പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാന്റെ സാന്നിധ്യത്തിലായിരുന്നു കയ്യേറ്റ ശ്രമം. LSGD ചിതറ സെക്ഷനിലെ പബ്ലിക് വർക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗീതു പ്രശാന്തിനെയാണ് വനിതാ ഓവർസിയർ ഷീജ കയ്യേറ്റം ചെയ്തതായി കടക്കൽ CIക്ക് പരാതി നൽകിയത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 ചിതറ ഓഫീസിലായിരുന്നു സംഭവം. മാർച്ച് 31 മുൻപ് നിർമ്മാണ ജോലികൾ തീർക്കുന്നതിനു വേണ്ടി പരിശോധനയ്ക്കായി വിവിധ വാർഡുകൾ തിരിച്ച് ഓരോ ഓവർസിയർമാർക്കും ചുമതല നൽകിയിരുന്നു. ഇതിനായി തയ്യാറാക്കിയ ലിസ്റ്റ് കൈപ്പറ്റാൻ ഷീജ തയ്യാറായില്ല. ഇതിനെ എഞ്ചിനീയർ ഗീതു ചോദ്യം ചെയ്തതാണ് കയ്യേറ്റത്തിന് കാരണമായതത്രേ. ഇവരുടെ തർക്കം തുടരുന്നതറിഞ്ഞ് സ്ഥിരം സമിതി അംഗം തലവരമ്പ് അൻസാറും സ്ഥലത്തെത്തിയിരുന്നു. ഇദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചാണ് സംഭവം നടന്നത്. പരിക്കേറ്റ ഗീതു ആശുപത്രിയിൽ ചികിത്സ തേടി. കടക്കൽ CIക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഗീതു പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. കിഴക്കൻ മലയോര മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമായി. സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടുന്ന ഫ്ലക്സ് ബോർഡ് തയ്യാറാക്കുന്ന ഒരുക്കത്തിലാണ് രാഷ്ട്രീയ പ്രവർത്തകർ. കുളത്തൂപ്പുഴ ബ്യൂറോയുടെ റിപ്പോർട്ട്. കിഴക്കൻ മലയോര മേഖലയിലെ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പ്രചരണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമെന്ന നിലയിൽ സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് വിവിധ രാഷ്ട്രീയ സംഘടനകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണച്ചൂട് ഉയർത്തും വിധം വിവിധ സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് പ്രിന്റ് ചെയ്യുന്ന തിരക്കിലാണ് പ്രിന്റിംഗ് സ്ഥാപനങ്ങളും. UDF സ്ഥാനാർത്ഥിയായി കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന NK പ്രേമചന്ദ്രന്റെ പ്രചരണ പ്രവർത്തനങ്ങളാണ് കിഴക്കൻ മേഖലയിൽ തുടങ്ങിയത്. ചിലയിടങ്ങളിൽ ചുവരെഴുത്തുകളും പോസ്റ്റർ പതിക്കലും ആരംഭിച്ചിട്ടുണ്ട്. സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയകളിലും പ്രചരണം ചൂടുപിടിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. നിരോധിച്ച ലഹരി വസ്തുക്കളുടെ വൻ ശേഖരം കടക്കൽ പോലീസ് പിടികൂടി. കടക്കലിലെ ചില വ്യാപാര സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് 1,00,000 ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. കടക്കൽ ജംഗ്ഷനിലെ പബ്ലിക് കംഫർട്ട് സ്റ്റേഷനിൽ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവിടുത്തെ കരാറുകാരൻ സുരേന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ കടക്കലിലെ സുബ്രഹ്മണ്യൻ എന്നയാളുടെ കടയിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ വാങ്ങിയതെന്ന് ഇയാൾ അറിയിച്ചു. തുടർന്നായിരുന്നു ഇവിടെ പരിശോധന നടത്തിയത്. തമിഴ്നാട്ടിൽ നിന്നും 2 രൂപ മുതൽ 5 രൂപ വരെ വിലയ്ക്ക് വാങ്ങുന്ന ലഹരി വസ്തുക്കൾ 20 മുതൽ 30 രൂപ വരെ വിലയ്ക്കാണ് സുബ്രഹ്മണ്യൻ വിൽപ്പന നടത്തിയിരുന്നത്. 50,000-ഓളം രൂപയുടെ ലഹരി വസ്തുക്കളാണ് പോലീസ് പിടിച്ചെടുത്തത്. കടക്കൽ, ചിതറ, നിലമേൽ പ്രദേശങ്ങളിൽ നിന്നുള്ള ചില്ലറ വിൽപ്പനക്കാർക്ക് ഇവിടെ നിന്നാണ് ലഹരി വസ്തുക്കൾ വിതരണം ചെയ്തിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഉത്സവകാലം ലക്ഷ്യമിട്ടാണ് ഇത്രയധികം ലഹരി വസ്തുക്കൾ സ്റ്റോക്ക് ചെയ്തിരുന്നത്. സ്കൂൾ പരിസരത്തെ കടകളിൽ നിന്നും മുൻപും ലഹരി വസ്തുക്കൾ പിടികൂടിയിരുന്നു. കടക്കൽ CI AM റിയാസ്, SI S ബിനോജ്, ഷാഡോ പോലീസ് സിവിൽ ഓഫീസർമാരായ ജഹാംഗീർ, അജിത് ലാൽ എന്നിവരാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. കുണ്ടറ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് ദിവസങ്ങളായി തുടരുമ്പോഴും തകരാർ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ല. പുനലൂർ MLA റോഡിലാണ് കുടിവെള്ളം പാഴാകുന്നത്. കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുന്ന സാഹചര്യത്തിലാണ് കുണ്ടറ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ ദിവസങ്ങളായി പൊട്ടിയൊഴുകുന്നത്. അധികൃതരെ വിവരമറിയിച്ചെങ്കിലും പൈപ്പ് ലൈൻ മാറ്റുന്നതിനോ തകരാറ് പരിഹരിക്കുന്നതിനോ അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പൈപ്പ് പൊട്ടി രൂപപ്പെട്ട കുഴിയിൽ നിന്നാണ് സമീപവാസികൾ ഇപ്പോൾ കുടിവെള്ളം ശേഖരിക്കുന്നത്. വേനൽ കടുത്ത സാഹചര്യത്തിൽ പൈപ്പിന്റെ തകരാർ പരിഹരിച്ച് കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ജില്ലയുടെ മിക്ക പ്രദേശങ്ങളിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന കുണ്ടറ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനിലെ കാലപ്പഴക്കത്തെ തുടർന്ന് 1 വർഷം മുൻപാണ് പുതിയ പ്രിമോ പൈപ്പുകൾ സ്ഥാപിച്ചത്. ഈ പൈപ്പ് ലൈനാണ് വീണ്ടും പൊട്ടിയൊഴുകി ശുദ്ധജലം പാഴാകുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വേനൽ ചൂടിൽ ദാഹമകറ്റാൻ വഴിയോര ശീതളപാനീയ വിൽപ്പന കേന്ദ്രങ്ങളെയാണ് യാത്രക്കാർ ആശ്രയിക്കുന്നത്. തണൽമരച്ചൂട്ടിൽ വഴിയാത്രക്കാരെ തേടുന്ന വിൽപ്പന കേന്ദ്രങ്ങളെക്കുറിച്ച് അഞ്ചൽ ബ്യൂറോ.
അഞ്ചൽ ആയൂർ റോഡിന്റെ ഇരുവശത്തുമുള്ള തണൽ മരങ്ങളുടെ ചുവട്ടിലാണ് കച്ചവടക്കാർ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. കഠിനമായ ചൂടിൽ ഉരുകിയൊലിക്കുന്നവർക്ക് മനസ്സും ശരീരവും തണുപ്പിക്കാൻ ഈ ശീതളപാനീയങ്ങൾക്ക് കഴിയുന്നുണ്ടെന്നാണ് വഴിയാത്രക്കാരുടെ പക്ഷം. കോഴിക്കോടൻ കുലുക്ക് സർബത്ത്, തണ്ണിമത്തൻ ജ്യൂസ്, കരിക്കുവെള്ളം, മോരുവെള്ളം, പാൽ സർബത്ത് തുടങ്ങിയ ശീതളപാനീയങ്ങളാണ് വഴിയോര കച്ചവട കേന്ദ്രങ്ങളിൽ ലഭ്യമാകുന്നത്. നിരവധി വഴിയാത്രക്കാരാണ് ഈ കച്ചവട കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നത്. വഴിയോരത്ത് ലഭിക്കുന്ന ശീതളപാനീയങ്ങൾ രുചിച്ചു നോക്കാത്തവർ ചുരുക്കമാണെന്ന് കച്ചവടക്കാരും പറയുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ വക്കമുക്കിൽ സ്ഥാപിച്ചിരുന്ന ഡിവൈഎഫ്ഐയുടെ കൊടിമരം നശിപ്പിച്ചതായി പ്രവർത്തകരുടെ പരാതി. പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ശ്രമം ചെറുക്കണമെന്ന് നേതാക്കൾ. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. വക്കമുക്കിൽ സ്ഥാപിച്ചിരുന്ന CPM DYFI സംഘടനകളുടെ കൊടിമരമാണ് നശിപ്പിച്ചത്. രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമരങ്ങളും പതാകകളും നശിപ്പിക്കുന്നത് പതിവ് സംഭവമാണെന്ന് പ്രവർത്തകർ ആരോപിക്കുന്നു. ഇതിനെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശത്ത് രാത്രികാല പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തണമെന്നും DYFI ഈസ്റ്റ് മേഖല ആക്ടിംഗ് പ്രസിഡന്റ് R. അനുരാജ് ആവശ്യപ്പെട്ടു. എന്നാൽ ഇപ്പോൾ DYFIയുടെ കൊടിമരം നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് DYFI അഞ്ചൽ ഈസ്റ്റ് മേഖലാ കമ്മിറ്റി അഞ്ചൽ പോലീസ് സബ് ഇൻസ്പെക്ടർ മുമ്പാകെ പരാതി നൽകിയിട്ടുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചിതറ കുളത്തറ അപ്പൂപ്പൻപാറ മഹാദേവ ക്ഷേത്രത്തിലെ തിരുനാൾ ഉത്സവം മാർച്ച് 15 നടക്കും. ക്ഷേത്രോപദേശക സമിതിയാണ് ഇക്കാര്യം അറിയിച്ചത്. ശനിയാഴ്ച രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങുക. തുടർന്ന് 7:30 പൊങ്കാല ചടങ്ങുകൾ നടക്കും. ഉച്ചയ്ക്ക് 11 അന്നദാനവും ഉണ്ടായിരിക്കും. വൈകിട്ട് താലപ്പൊലി ഘോഷയാത്രയും ചെണ്ടമേളവും ചിതറ ശ്രീകൃഷ്ണൻ കോവിലിൽ നിന്നും ആരംഭിച്ച് ചിതറ ജംഗ്ഷൻ വഴി കല്ലുവെട്ടാംകുഴിയിലെത്തി തിരിച്ച് ക്ഷേത്രത്തിൽ സമാപിക്കും. പുഷ്പാലങ്കാരവും വെടിക്കെട്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രഭാരവാഹികൾ പരിപാടികൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പത്തനാപുരം കവലയിൽ ദേവി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. മുൻ MLA പുനലൂർ മധു സമർപ്പണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് R. സോമനാഥൻ പിള്ളയുടെ അധ്യക്ഷതയിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗവും മുൻ MLAയുമായ പുനലൂർ മധു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ സമർപ്പണം നിർവഹിച്ചു. ക്ഷേത്രങ്ങൾ നാടിന്റെ സംസ്കാരത്തിന്റെയും ചൈതന്യത്തിന്റെയും പ്രതീകമാണെന്ന് പുനലൂർ മധു പറഞ്ഞു. ക്ഷേത്രോപദേശക സമിതി ട്രഷറർ S. രഘുകുമാർ, ചീഫ് എഞ്ചിനീയർ മുരളീകൃഷ്ണ, CT പത്മകുമാർ, S. മധു, ശിവപ്രസാദ്, RBM സെൻട്രൽ സ്കൂൾ ചെയർമാൻ R. അശോകൻ, സബ് ഗ്രൂപ്പ് ഓഫീസർ C. ചന്ദ്രശേഖരപിള്ള എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് നാട്യകലാക്ഷേത്രയുടെ നൃത്തപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പട്ടാഴി ദേവി ക്ഷേത്രത്തിലെ കുംഭതിരുവാതിര ഉത്സവത്തോടനുബന്ധിച്ച് കെട്ടുകാഴ്ചയും മുടിയെഴുന്നള്ളിപ്പും നടന്നു. വ്രതനിഷ്ഠയോടെ നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. പട്ടാഴി ദേവിയുടെ ജന്മനാളായ കുംഭതിരുവാതിരയ്ക്ക് കെട്ടുകാളയെടുപ്പിനൊപ്പം വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും അകമ്പടിയായി ക്ഷേത്രവലം വെക്കലിന് പങ്കുചേർന്നപ്പോൾ ഭക്തർ ആവേശലഹരിയിലായി. ഓരോ കരകളിൽ നിന്നായി വൈകുന്നേരം 3 മണിയോടെ ഘോഷയാത്രകൾ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ക്ഷേത്രത്തിനു ചുറ്റും കെട്ടുരുപ്പടികളെ ആറാടിച്ച ശേഷം ഭൂതത്താൻ നടയിൽ കര പറഞ്ഞ് നാളികേരം മുടച്ചതോടെ കെട്ടുകാഴ്ച എഴുന്നള്ളത്ത് സമാപിച്ചു. 40 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ഭദ്രകാളിയുടെയും ദ്വാരകന്റെയും മുടി ശിരസിലേറ്റിയ ഭക്തർ പ്രതീകാത്മക മുണ്ടനം നടത്തി. ദ്വാരകവധം പൂർത്തിയായതോടെ പൂപ്പടക്കൊട്ടിൽ നിന്നും പുറത്തിറങ്ങിയ ഭദ്രകാളി മുടി ശിരസിലേറ്റി ഭക്തർ ഉറഞ്ഞുതുള്ളി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. പുതിയ താലൂക്ക് പ്രഖ്യാപിച്ച കൂട്ടത്തിൽ പത്തനാപുരം താലൂക്ക് തുണ്ടെഴുതി വാങ്ങുകയായിരുന്നുവെന്ന് MLA അഡ്വക്കേറ്റ് K. രാജു. താലൂക്ക് വിഭജനം അശാസ്ത്രീയമായിരുന്നുവെന്നും MLA. മത്സ്യവ്യാപാരത്തിന്റെ മറവിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽക്കുന്ന യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. 40 പൊതി കഞ്ചാവും 2300 രൂപയും സംഘം പിടിച്ചെടുത്തു. കടയ്ക്കലിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പോലീസ് റെയ്ഡ്. 1/2 ലക്ഷത്തിന്റെ പാൻ മസാല ശേഖരം പിടികൂടി. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.